നമ്മുടെ ഭൂമിയിലെ ജീവനു തന്നെ ഏറ്റവും വലിയ കാരണക്കാരൻ സൂര്യൻ തന്നെയാണ്. എന്നാൽ ഈ പറഞ്ഞ സൂര്യൻ ഭൂമിയോട് കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ ചൂട് കാരണവും കൂടുതൽ അകന്നു കഴിഞ്ഞാൽ തണുപ്പ് കാരണവും നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ല. എന്നാൽ ഇങ്ങനെയുള്ള സൂര്യൻ പെട്ടെന്നൊരു ദിവസം വെച്ചുകൊണ്ട് ഈ ഒരു ലോകത്ത് നിന്നും ഇല്ലാതായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പിന്നീട് ഇവിടെ സംഭവിക്കുക? അത്തരം ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. സോ സമയം കളയാതെ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് കടക്കാം. എന്നത്തെയും പോലെ തന്നെ ഒരു സാധാരണ ദിവസം പെട്ടെന്നൊരു നിമിഷം വെച്ചുകൊണ്ട് ഈ ഒരു ഭൂമിയിൽ നിന്നും സൂര്യൻ അപ്രത്യക്ഷമായി കഴിഞ്ഞാലും 8 മിനിറ്റുകൾക്ക് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതിന്റെ കാരണം എന്നത് സൂര്യനിൽ നിന്ന് പ്രകാശം വെളിച്ചം ഭൂമിയിൽ എത്താനായിട്ട് 8 മിനിറ്റ് സമയമെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തിനു ശേഷം പതിയെ അങ്ങനെ ഭൂമിയിൽ പകലായിരുന്ന പ്രദേശങ്ങളിലെല്ലാം ഇരുട്ടായി തുടങ്ങും. അതുപോലെ ഇരുട്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം നക്ഷത്രങ്ങൾ കൂടുതൽ വെളിച്ചത്തോടെ തിളങ്ങുകയും പതിയെ ആ സ്ഥലങ്ങളും അങ്ങനെ ഇരുട്ടിലകപ്പെടാൻ തുടങ്ങും. ഈ ഒരു അവസ്ഥയിൽ തന്നെ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശവും പതിയെ കുറഞ്ഞു കുറഞ്ഞ് അങ്ങനെ ചന്ദ്രനും ഈ ഒരു പ്രപഞ്ചത്തിൽ നിന്നങ്ങനെ ഇല്ലാതായി തുടങ്ങും. അതിന്റെ കാരണം എന്നത് സൂര്യനിൽ നിന്നുള്ള വെളിച്ചമേറ്റുകൊണ്ടാണ് ചന്ദ്രൻ തിളങ്ങുന്നത്. ഇതുപോലെയൊക്കെ തന്നെയാണ് പിന്നീട് അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ നടക്കാൻ പോകുന്നത്. നമ്മുടെയൊക്കെ ചിന്തകൾക്ക് അപ്പുറത്തുള്ള പല കാര്യങ്ങളുമാണ്. സൂര്യൻ ഇല്ലാതായത് കൊണ്ട്, സൂര്യന്റെ വെളിച്ചം ഇല്ലാതായതിനാൽ തന്നെ ലോകം മുഴുവൻ പതിയെ ഇരുട്ടിലകപ്പെടാൻ തുടങ്ങും. മെല്ലെ അത് മരങ്ങളെയും ചെടികളെയും എല്ലാം അത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചു തുടങ്ങും. ഇതിനാൽ തന്നെ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം, ഇത്തരത്തിൽ സൂര്യന്റെ വെളിച്ചം ഇല്ലാത്തതിനാൽ വൃക്ഷങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നും പുറത്തു വരുന്ന ഓക്സിജന്റെ അളവ് പതിയെ ഭൂമിയിൽ കുറഞ്ഞു വന്നു തുടങ്ങും. ചെറിയ രീതിയിലൊക്കെ ഇത് മനുഷ്യരിലും മൃഗങ്ങളിലുമെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കി തുടങ്ങും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആളുകൾ ആരും ഇങ്ങനെ ഒരു കാര്യം ലോകത്ത് നടന്നിട്ടുണ്ട്, സൂര്യൻ ഇല്ലാതായിട്ടുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് ആ ഒരു സമയത്തും അറിഞ്ഞിട്ടുണ്ടാകില്ല. ഈ ഒരു സമയത്ത് മനുഷ്യർ ചിന്തിക്കുന്നത് ഗ്രഹണമായിരിക്കും, സൂര്യഗ്രഹണമായിരിക്കും, കുറച്ചു നേരം കഴിഞ്ഞത് തിരിച്ചു വരും എന്നൊക്കെയായിരിക്കും. പക്ഷേ 1 മണിക്കൂർ സമയം കഴിയുമ്പോൾ ആളുകൾക്ക് ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലായി വരുമ്പോൾ അവരെല്ലാം വലിയ രീതിയിൽ തന്നെ ഭയപ്പെടുകയും പല ആളുകളും എങ്ങോട്ടെന്നില്ലാതെ പാനിക്കായിക്കൊണ്ട് ഓടാനെല്ലാം തുടങ്ങും. കാര്യങ്ങളെല്ലാം അറിഞ്ഞ നാടുകളിലെ ഗവൺമെന്റുകളെല്ലാം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമെങ്കിലും ആളുകളെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ഗവൺമെന്റുകളെല്ലാം വെറും കാഴ്ചക്കാരായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ അങ്ങനെ മാറി തുടങ്ങും. അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഭൂമിയുടെ പല ഭാഗങ്ങളിലുള്ള എല്ലാ പവർ സപ്ലൈകളും പ്രവർത്തനരഹിതമായി തുടങ്ങും. എന്നാൽ ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് ശക്തമേറിയ തണുപ്പാണ്. സൂര്യൻ ഇല്ലാത്തതിനാൽ, ചൂടില്ലാത്തതിനാൽ പതിയെ തണുപ്പ് ഭൂമിയെ വിഴുങ്ങാൻ തുടങ്ങും. എന്നിരുന്നാലും ഭൂമിയുടെ ഉൾഭാഗത്തുള്ള കോറിനകത്തുള്ള ലാർവയുടെ ടെമ്പറേച്ചർ കാരണമായിട്ട് ചെറിയ രീതിയിലൊക്കെ ഭൂമി ഈ ഒരു തണുപ്പിനെ ചെറുത്തു നിൽക്കും. എന്നാൽ ഈ ഒരു സമയത്തു തന്നെ ഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് രാത്രിയായിരുന്ന സ്ഥലങ്ങളിലെ ആളുകളെല്ലാം നേരം വെളുത്തിട്ടില്ല എന്ന് കരുതി വീണ്ടും വീണ്ടും അങ്ങനെ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടാകും. പിന്നീട് ഒരുപാടധികം മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷം സമയവും ഡേറ്റും ഒക്കെ നോക്കിയതിന് ശേഷമായിരിക്കും ലോകത്ത് ഇങ്ങനെയൊരു കാര്യം നടന്നിട്ടുണ്ടെന്ന് അവരും ചെറിയ രീതിയിലൊക്കെ അറിയുന്നത്. ഇതോടുകൂടി ആ ഭാഗങ്ങളിലെ ജനങ്ങളെല്ലാം പതിയെ പേടിച്ച് പരിഭ്രാന്തിയാകാൻ തുടങ്ങും. എന്നാൽ ഇതേ ഒരു സമയത്ത് തന്നെ ഗവേഷകർ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം എന്താണെന്ന് അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. സമയം വീണ്ടും അങ്ങനെ മുന്നോട്ട് തന്നെ പോകുന്നതോടുകൂടി ഭൂമിയിലുള്ള താപനിലയുടെ അളവ് പതിയെ കുറഞ്ഞു വരാനായിട്ട് തുടങ്ങും. അതേസമയം തണുപ്പ് ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും മൃഗങ്ങൾക്കുമെല്ലാം ഒരു ഭീഷണിയായി മാറിവരും. ഏറെക്കുറെ ഒരു 24 മണിക്കൂർ സമയം പിന്നിടുമ്പോൾ ഭൂമിയിലെ താപനിലയുടെ അളവ് എന്നത് 7 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് താഴ്ന്നിട്ടുണ്ടാകും. സാധാരണയായിട്ട് നമ്മളൊക്കെ ജീവിക്കുന്ന 23-27 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും പെട്ടെന്ന് ചില സമയങ്ങൾ കൊണ്ടത് വലിയ രീതിയിൽ തന്നെ തണുപ്പ് അനുഭവപ്പെട്ടതോടുകൂടി പല ജന്തുജീവികളും
ജീവികൾക്കും തണുപ്പിൽ അകപ്പെട്ടുകൊണ്ട് തണുപ്പ് സഹിക്കാതെ പിടഞ്ഞു വീണ് മരിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ദിവസങ്ങൾ ഇത്തരത്തിൽ തന്നെ മുന്നോട്ടു പോയി 7 ദിവസങ്ങളാകുമ്പോഴേക്കും ഭൂമിയുടെ താപനിലയുടെ അളവെന്നത് -19°C ശക്തമേറിയ തണുപ്പിനാൽ ജീവിക്കാൻ സാധിക്കാതെ വീണ്ടും അവിടെ ധാരാളം ജന്തു ജീവജാലങ്ങളാൽ ചത്തു വീണു തുടങ്ങും. ഈ ഒരു സമയത്തു തന്നെ ലോകത്തിലുള്ള അനവധി മരങ്ങളും ചെടികളുമെല്ലാം എന്നേക്കുമായി ഈ ലോകത്ത് നിന്നും അങ്ങനെ ഇല്ലാതായി തുടങ്ങും. ഭൂമിയുടെ കരഭാഗങ്ങളെ പോലെ തന്നെ ഈ ശക്തമേറിയ തണുപ്പ് കടലിനെയും വലിയ രീതിയിൽ തന്നെ ബാധിക്കാനായിട്ട് തുടങ്ങും. ലോകത്തുള്ള മുഴുവൻ കടലുകളും സമുദ്രങ്ങളും ഈ തണുപ്പ് കാരണമായിട്ട് തണുത്തുറഞ്ഞ രീതിയിലേക്ക് മാറി വരും. അതിനാൽ തന്നെ തണുപ്പിൽ അതിജീവിക്കാൻ സാധിക്കാതെ സമുദ്രങ്ങളുടെ മുകൾ ഭാഗങ്ങളിൽ ജീവിക്കുന്ന എല്ലാ മത്സ്യങ്ങളും മറ്റും ചത്തുപോകാനായിട്ട് തുടങ്ങും. ലോകം മുഴുവൻ തണുപ്പിൽ അകപ്പെട്ടുകൊണ്ട് മരവിച്ചിരിക്കുമ്പോൾ ഭൂമിയുടെ ചില ഭാഗങ്ങളിൽ മാത്രം അപ്പോഴും അഗ്നിപർവ്വതങ്ങൾ വോൾക്കാനോസ് കാരണമായിട്ട് ചെറിയ രീതിയിലെല്ലാം ചൂട് അനുഭവപ്പെടുന്നതാണ്. അപ്പോഴേക്കും ബാക്കിയുള്ള ലോകത്തിലെ എല്ലാ പ്രദേശങ്ങളും തണുപ്പിനാൽ മഞ്ഞ് മൂടിയിട്ടുണ്ടാകും. ഇത്രയും ദിവസങ്ങളൊക്കെ ആകുമ്പോഴേക്കും ഗവേഷകർ ഇതിനൊരു പരിഹാരമായിട്ട് ഒരു ഷെൽട്ടർ എന്ന രൂപത്തിൽ ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും അതുപോലെ തന്നെ തണുപ്പിൽ നിന്ന് ചെറിയ ചൂടെല്ലാം ലഭിക്കുന്ന സുരക്ഷിതമായൊരു ഷെൽട്ടർ ഗവേഷകർ രൂപകൽപ്പന ചെയ്തെടുത്തിട്ടുണ്ടാകും. സൂര്യൻ ഈ ഒരു പ്രപഞ്ചത്തിൽ നിന്നും മാഞ്ഞു പോയിട്ട് ഒരു മാസം കഴിയുമ്പോൾ ഭൂമിയിലെ സ്ഥിതി എന്നത് വീണ്ടും അങ്ങനെ കൂടുതൽ മോശമായി തുടങ്ങും. താപനില വീണ്ടും കുറഞ്ഞ് -33°C എത്തുമ്പോൾ ശക്തമേറിയ തണുപ്പായതിനാൽ മഞ്ഞായതിനാൽ അത്രയും ദിവസങ്ങൾ തണുപ്പിനെ അതിജീവിച്ച് നിന്നിരുന്ന ലോകത്തുള്ള മുഴുവൻ മരങ്ങളും സസ്യങ്ങളുമെല്ലാം ഈ ഒരു സമയത്ത് ഭൂമിയിൽ നിന്നങ്ങനെ നശിച്ചു പോയിട്ടുണ്ടാകും. പിന്നീട് ആകെ ഈ ഒരു ലോകത്ത് ബാക്കിയുള്ളത് നമുക്ക് കാണാനാവുന്നത് ഇത്തരം കോണിഫർ മരങ്ങൾ മാത്രമാണ്. സൂര്യന്റെ വെളിച്ചം ഇല്ലാത്തതിനാൽ ശരിയായ രീതിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ പതിയെ അങ്ങനെ അവയും ഓരോന്നോരോന്നായി ഇല്ലാതായി തുടങ്ങും. അങ്ങനെ ഭൂമിയിലുള്ള മുഴുവൻ പച്ചപ്പും ലോകത്തുള്ള മുഴുവൻ വെജിറ്റേഷനും ഇല്ലാതായതോടുകൂടി ഈ ഒരു സമയത്ത് ഓക്സിജന്റെ അളവ് ഭൂമിയിൽ വലിയ രീതിയിൽ തന്നെ കുറഞ്ഞു വരുന്നുണ്ടാകും. ഈ ഒരു കാരണത്താൽ തന്നെ വേണ്ടത്ര ഓക്സിജൻ ഇല്ലാത്തതിനാലും തണുപ്പിന്റെ ശക്തി കാരണമായും ലോകത്തുള്ള ധാരാളം ജന്തുജീവികളും മനുഷ്യരുമെല്ലാം ഓരോന്നോരോന്നായി മരിച്ചു വീണു തുടങ്ങും. ഈ ഒരു സമയത്ത് ഇതിൽ നിന്നും കുറച്ചൊക്കെ അതിജീവിക്കുന്നത് അഗ്നിപർവ്വത മേഖലയിലുള്ളവരും അതുപോലെ തന്നെ ഗവേഷകർ നിർമ്മിച്ച ഷെൽട്ടറുകൾക്കകത്ത് ജീവിക്കുന്നവരുമായിരിക്കും. അങ്ങനെ ഇത്തരത്തിൽ വീണ്ടും ഒരു മാസം കൂടി മുന്നോട്ട് പോകുമ്പോൾ ഭൂമിയിലുള്ള താപനിലയുടെ അളവെന്നത് കുറഞ്ഞങ്ങനെ -45°C ഇത്തരമൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും ഈ ഒരു ലോകത്ത് ബാക്കി ഉണ്ടാവുന്നത് ഗവേഷകർ നിർമ്മിച്ചെടുത്ത ആ ഒരു ഷെൽട്ടറിനുള്ളിലെ ആളുകളല്ലാതെ ബാക്കിയുള്ള മുഴുവൻ ജന്തു ജീവജാലങ്ങളെല്ലാം എന്നേക്കുമായി ഈ ഒരു ഭൂമിയിൽ നിന്നങ്ങനെ അപ്രത്യക്ഷമായിട്ടുണ്ടാവും. കടലിനടിയിൽ സമുദ്രത്തിനടിയിൽ ഇന്നേ വരെ സൂര്യന്റെ വെളിച്ചമേൽക്കാൻ കഴിയാത്ത ആഴക്കടലിൽ ജീവിക്കുന്ന മത്സ്യങ്ങളെയും മറ്റു ജീവികളെയും ഈ ഒരു തണുപ്പ് നശിപ്പിക്കുന്നതായിരിക്കും. പിന്നീട് അങ്ങോട്ട് വളരെ കുറഞ്ഞ മനുഷ്യർ മാത്രമേ ഈ ഒരു ലോകത്ത് മഞ്ഞ് മൂടിയ ഈ ഒരു വെളുത്ത ഭൂമിയിൽ ബാക്കിയാവുകയുള്ളൂ. ഇത്രയും നേരം നമ്മൾ കണ്ടത് ഭൂമിയിൽ മാത്രം നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഭൂമിക്ക് പുറത്ത് ബഹിരാകാശത്തും സൂര്യൻ ഇല്ലാത്തതിനാൽ തന്നെ പല വലിയ പ്രശ്നങ്ങളും നടക്കുന്നുണ്ടാകും. ബഹിരാകാശത്ത് സൂര്യനിൽ നിന്നുള്ള ഗ്രാവിറ്റി കാരണമായിട്ടാണ് മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും ഇത്തരത്തിൽ തന്നെ ഭൂമിയെ പോലെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം വെച്ചുകൊണ്ട് സൂര്യനും അതിന്റെ ഗ്രാവിറ്റിയും മാഞ്ഞു പോയതോടുകൂടി എല്ലാ ഗ്രഹങ്ങളുടെയും ഭ്രമണപഥത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പരസ്പരം തട്ടിമുട്ടാനുള്ള ഒരു സാധ്യത അവിടെ വളരെയേറെ കൂടുതലാണ്. ഇതുപോലെ തന്നെ ധാരാളം ചിഹ്ന ഗ്രഹങ്ങൾ സൂര്യന്റെ ഗ്രാവിറ്റിയെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്. അവയും ഇത്തരത്തിൽ സൂര്യൻ പെട്ടെന്ന് അപ്രത്യക്ഷമായതോടുകൂടി എന്തിനേറെ പറയുന്നു ചന്ദ്രൻ പോലും ഒരുപക്ഷെ ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള സാധ്യതയുമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഭൂമി വീണ്ടും ആ പഴയ രീതിയിലേക്ക് മാറാനുള്ള സാധ്യത വളരെയേറെ കുറവാണ്. ഭൂമി വീണ്ടും കറങ്ങി തൊട്ടടുത്ത ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലേക്ക് നേരത്തെ സൂര്യൻ ഉണ്ടായിരുന്നത് പോലെ തന്നെ വല്ലാതെ അടുത്തോ വല്ലാതെ അകന്നോ അല്ലാത്തൊരു നിലയിലേക്ക് എത്തിയാൽ മാത്രമേ ഇനി അങ്ങോട്ട് ഭൂമിയിൽ പഴയതുപോലെ കാര്യങ്ങളെല്ലാം മാറി വരികയുള്ളൂ. ഇങ്ങനെ ഒരു കാര്യം നടക്കണമെങ്കിൽ ഭൂമി
4.24 പ്രകാശ വർഷം സഞ്ചരിച്ച് അതിന്റെ തൊട്ടടുത്ത നക്ഷത്രമായിട്ടുള്ള പ്രോക്സിമ സെഞ്ചുറിയുടെ അടുത്ത് എത്തേണ്ടതുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇത്തരം ഒരു കാര്യം നടക്കാനായിട്ട് ഒരുപക്ഷെ ഭൂമിക്ക് ബില്യൺ കണക്കിന് കോടിക്കണക്കിന് വർഷം സമയം വേണ്ടി വന്നേക്കാം. ഇത്രയും നേരം നിങ്ങൾ കണ്ടത് ഒരു സിനിമയെ പോലുള്ള കഥ മാത്രമാണ്. എന്നാൽ ശരിക്കും യഥാർത്ഥത്തിൽ ഇത്തരമൊരു കാര്യം സൂര്യൻ പെട്ടെന്നൊരു നിമിഷം വെച്ചുകൊണ്ട് മാഞ്ഞു പോവുക എന്നുള്ള ഒരു കാര്യം നടക്കാനുള്ള ഒരു സാധ്യത വളരെയേറെ കുറവ് തന്നെയാണ്. ഇതിന് പകരമായിട്ട് ഒരുപക്ഷെ ഈ ഒരു പ്രപഞ്ചത്തിൽ നടക്കാനായിട്ട് പോകുന്നത് പതിയെ സൂര്യന്റെ വലിപ്പം കൂടി വരിക എന്നുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇങ്ങനെ സൂര്യന്റെ വലിപ്പം കൂടി വരാനായിട്ട് ഏകദേശം 600 കോടി 6 ബില്യൺ വർഷം കഴിഞ്ഞാൽ മാത്രമേ സൂര്യൻ ഈ ഒരു വലിപ്പത്തിലേക്ക് എത്തുകയുള്ളൂ. ഇങ്ങനെ സൂര്യൻ വലുതാകുന്നതോടുകൂടി അതിന്റെ ഗ്രാവിറ്റിയിലും പല വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങും. അതോടുകൂടി സൂര്യന്റെ അടുത്ത് നിൽക്കുന്ന പല ഗ്രഹങ്ങളുമെല്ലാം ഒരുപക്ഷെ സൂര്യനിലേക്ക് വീഴാനുള്ള ഒരു സാധ്യതയും അവിടെയുണ്ട്. അതൊന്നും കൂടാതെ തന്നെ ഈ ഒരു കാലത്ത് ഭൂമി എന്നത് ഒരു തീഗോളമായി മാറുന്നതായിരിക്കും. ഇങ്ങനെ ഒരു കാലത്തും മനുഷ്യർ ഈ ഒരു ഭൂമിയിൽ ഉണ്ടാകുമോ എന്നത് വലിയൊരു സംശയം തന്നെയാണ്. കാരണം ഈ ഒരു കാലത്ത് തന്നെ മനുഷ്യർ ഭൂമിക്ക് പുറത്ത് പല ഗ്രഹങ്ങളിലേക്കുമായിട്ട് കുടിയേറാനുള്ള പല പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ അടുത്ത കാലത്താണ് എലോൺ മസ്ക് 2050 ആകുമ്പോഴേക്കും മനുഷ്യർക്ക് ചൊവ്വയിൽ താമസിക്കാം, ചൊവ്വയൊരു മനുഷ്യ കോളനിയാക്കി മാറ്റുകയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെ നമ്മളാ പറഞ്ഞ 600 കോടി വർഷങ്ങൾ തീരുമ്പോഴേക്കും ഒരുപക്ഷെ മനുഷ്യർ ഭൂമിക്ക് പുറത്ത് മറ്റേതെങ്കിലും ഗ്രഹങ്ങളിൽ താമസം ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇനി അഥവാ എങ്ങാനും ഒരു ദിവസം ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യുക എന്നിങ്ങനെയുള്ള നിങ്ങളുടെ മറുപടികളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക്